നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇവനെ ഞങ്ങൾ എടുത്തിരിക്കും, ഉറപ്പായി എടുത്തിരിക്കും. മൂവാറ്റുപുഴ ഡിവൈഎസ്പി AJ തോമസ് കോടതി വളപ്പിൽ പരസ്യമായി മാത്യു കുഴൽനാടൻ MLA വെല്ലുവിളിച്ച വാക്കുകളാണിത്. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ കേസിൽ കുടുക്കി അകത്തിടുമെന്നായിരുന്നു ഡിവൈഎസ്പിയുടെ പരസ്യ വെല്ലുവിളി. നിങ്ങൾ എടുക്ക് കാണട്ടെ എന്ന് കുഴൽനാടനും അദ്ദേഹത്തിനോട് തിരിച്ച് മറുപടി നൽകിയതോടെ സംഘർഷം മുറുകി. കോതമംഗലം കോടതി വളപ്പിലായിരുന്നു ഇന്നലെ മണിക്കൂറോളം അരങ്ങേറിയ സംഘർഷത്തിന്റെ വേദി. എന്ത് വില കൊടുത്തും ഷിയാസിനെ പൂട്ടാൻ പോലീസ് നടത്തിയ ശ്രമം ഇന്നലെയും കോതമംഗലത്തെ സംഘർഷ കേന്ദ്രമായി മാറ്റി. നേർക്കുനേർ വെല്ലുവിളികളും സംഘർഷവും വാക്കുതർക്കവും. തിങ്കളാഴ്ച കാട്ടാന ആക്രമണത്തിൽ മരിച്ച വീട്ടമ്മയുടെ മൃതദേഹവുമായി നഗരത്തിൽ UDF പ്രതിഷേധം നടത്തിയതുമായി ബന്ധപ്പെട്ട് 2 കേസുകളിൽ മുഹമ്മദ് ഷിയാസിന് മാത്യു കുഴൽനാടനും കഴിഞ്ഞ ദിവസം രാവിലെ കോടതി ജാമ്യം നൽകിയിരുന്നു. ഒപ്പം അറസ്റ്റിലായ 14 പ്രവർത്തകർക്കും ജാമ്യം ലഭിച്ചു. കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയ ഷിയാസ് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച ശേഷം എറണാകുളത്തേക്ക് പോകാൻ വാഹനത്തിൽ കയറാൻ തുടങ്ങുമ്പോഴാണ് പോലീസ് അടുത്ത അറസ്റ്റിനുള്ള ശ്രമം നടത്തിയത്. പ്രവർത്തകർ ഈ നീക്കം തടഞ്ഞ് ഷിയാസിനെ കോടതി മുറിക്കുള്ളിലേക്ക് കൊണ്ടുപോയി. പോലീസ് വാഹനം ആക്രമിച്ചെന്ന കേസിലായിരുന്നു വീണ്ടും അറസ്റ്റിനുള്ള നീക്കം. ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞ റിപ്പോർട്ട് മജിസ്ട്രേറ്റ് കോടതിയെ അറിയിച്ചതോടെ ഡിവൈഎസ്പിയെ കയ്യേറ്റം ചെയ്ത കുറ്റത്തിനും പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതും 4മതൊരു കേസ് കൂടിയുണ്ടെന്നും അതിലാണ് അറസ്റ്റ് ചെയ്യേണ്ടതെന്നും പോലീസ് കോടതിയിൽ അറിയിച്ചു. ഈ കേസിൽ ഇരു കൂട്ടരുടെയും വാദം കേട്ട മജിസ്ട്രേറ്റ് രാത്രി 7 മണിയോടെ ജാമ്യം അനുവദിച്ചു. അടുത്ത 3 മാസം കോതമംഗലം ടൗണിൽ പ്രവേശിക്കരുതെന്ന നിബന്ധനയിലായിരുന്നു ജാമ്യം. ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങി മാധ്യമങ്ങളോട് സംസാരിച്ച ശേഷം എറണാകുളത്തേക്ക് പോകാൻ വാഹനത്തിൽ കയറവെയായിരുന്നു വീണ്ടും അറസ്റ്റ് ചെയ്യാൻ പോലീസ് ശ്രമിച്ചത്. പ്രതിഷേധിച്ച കേസിൽ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പ്രവർത്തകർ പോലീസ് വാഹനത്തിന് നേരെ നടത്തിയ അക്രമത്തിലെടുത്ത പൊതുമുതൽ നശിപ്പിക്കൽ കേസിലായിരുന്നു അറസ്റ്റ് ചെയ്യാൻ ശ്രമം. മൃതദേഹവുമായി പ്രതിഷേധം നടത്തിയ കേസിൽ കണ്ടാൽ അറിയാവുന്ന 30 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. ആശുപത്രിയിൽ ആക്രമണം, മൃതദേഹത്തോട് അനാദരവ് അടക്കം ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. റോഡ് ഉപരോധവുമായി ബന്ധപ്പെട്ട് ഡീൻ കുര്യാക്കോസ് MP, മാത്യു കുഴൽനാടൻ MLA, ഷിബു തെക്കുംപുറം എന്നിവരെയും പ്രതി ചേർത്തിരുന്നു. മാത്യു കുഴൽനാടനാണ് 1ാം പ്രതി. തിങ്കളാഴ്ചയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ഇടുക്കി അടിമാലി കാഞ്ഞിരവേലി മുണ്ടോകണ്ടത്തിൽ ഇന്ദിര കൊല്ലപ്പെട്ടത്. തുടർന്ന് മൃതദേഹവുമായി കോതമംഗലത്ത് അരങ്ങേറിയ പ്രതിഷേധം പോലീസ് അടിച്ചമർത്തിയിരുന്നു. ഇന്ദിരയുടെ മൃതദേഹം ഉൾപ്പെടുന്ന മൊബൈൽ ഫ്രീസർ റോഡിലൂടെ വലിച്ചു കൊണ്ടുപോയാണ് ആംബുലൻസിൽ കയറ്റിയത്. രാത്രി വൈകി വീണ്ടും ബലപ്രയോഗം നടത്തിയ പോലീസ് മാത്യു കുഴൽനാടൻ MLAയെയും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെയും അറസ്റ്റ് ചെയ്തിരുന്നു. സമരപ്പന്തലിലുണ്ടായിരുന്ന മുഹമ്മദ് ഷിയാസ് സമീപത്തെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോഴാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തുടർന്ന് സമരപ്പന്തലിലുണ്ടായിരുന്ന മാത്യു കുഴൽനാടനെയും അറസ്റ്റ് ചെയ്തു.